സർക്കാർ വീട് കൊടുക്കണം അല്ലെങ്കിൽ സർക്കാർ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തി നിൽക്കുക എന്നുള്ളതിനപ്പുറം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സഹായം പ്രഖ്യാപിക്കുന്ന സമയത്ത് സർക്കാർ ഭൂമി അനുവദിക്കുമെന്നുള്ള ഒരു വാക്കാലുള്ള സംസാരങ്ങളും ധാരണകളൊക്കെ ഉണ്ടായി. പിന്നീട് അത് സർക്കാർ പിന്മാറി ഭൂമി അനുവദിക്കില്ല, പണം സർക്കാരിന് കൈമാറിയ സർക്കാർ ഏജൻസി കൊണ്ട് വീട് വെപ്പിക്കുമെന്നുള്ള തീരുമാനം. ഒരു രൂപ പോലും വിട്ടുപോയിട്ടില്ല. ആ അക്കൗണ്ടിലേക്കാണ് ഞങ്ങളുടെ കമ്മിറ്റിയിൽ പണം നൽകുന്നത്. ആ നൽകിയ പണം മുഴുവൻ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഞങ്ങൾ ആ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കേണ്ടതില്ല തീരുമാനിച്ചിട്ടും ആ അക്കൗണ്ടിലേക്ക് ഇടയ്ക്ക് സംഘടനാപരമായിട്ട് വന്ന 5 ലക്ഷം പോലും ആ അക്കൗണ്ടിലാണ്. നമസ്കാരം. കേരളം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ദുരന്തം, ഒരുപക്ഷെ രാജ്യത്തെ പ്രധാനപ്പെട്ട ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു വയനാട്ടിലേത്. വയനാട്ടിലെ ആ ദുരന്തത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചിരുന്നത് അല്ലെങ്കിൽ വലിയ വിവാദമായിരുന്നത് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവിടെയുള്ള വയനാട്ടുകാർക്ക് വീടൊരുക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. പക്ഷേ ദുരന്തമുണ്ടായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പ്രഖ്യാപനവും ഇടത് സർക്കാർ നൽകുന്ന പല പ്രഖ്യാപനവും നിലച്ചു പോകുന്നത് പോലെ തന്നെ ആയി എന്നുള്ള ഒരു ആക്ഷേപം പിന്നീട് കേൾക്കേണ്ടി വന്നു. ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് അറിയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തുകയാണ്. ഇവിടെയും പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് ഇടത് സർക്കാരിന്റെ വലിയൊരു പിഴവിനെ തന്നെയാണ് എന്നുള്ളതാണ്. അതായത് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ അവിടെയുള്ള വയനാട്ടുകാർക്ക് വീട് ഒരുക്കി നൽകാമെന്ന് പറയുമ്പോൾ സർക്കാർ സ്ഥലം നൽകുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷെ പിന്നീട് പണം നൽകിയാൽ ഞങ്ങൾ തന്നെ വീട് കെട്ടിക്കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് സർക്കാരിന്റെ നിലപാട് മാറിയതാണ് ഒരു പ്രതിസന്ധി ഉണ്ടായത് എന്നും നിലവിലത്തെ സാഹചര്യത്തിൽ അവിടുത്തെ ഭൂപ്രദേശവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഡോക്യുമെന്റ്സ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും അനുമതി കിട്ടിയാൽ ഉടൻ തന്നെ വീട് ഒരുക്കി നൽകുന്ന പ്രഖ്യാപനം പൂർത്തീകരിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കുന്നു. എന്തായാലും വയനാട്ടുകാർ കാത്തിരിക്കുന്ന ആ ഒരു ഭവനം, അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രതികരണമാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ നൽകിയിരിക്കുന്നത്. അല്ല, വയനാട്ടിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കും. 1-2 തവണ ചില മാധ്യമങ്ങളെ തെറ്റായ ഒരു വാർത്തകൾ പ്രചരിച്ചുകൊണ്ട് കൂടിയിട്ട് വയനാട്ടിൽ ഞങ്ങൾ അന്ന് വീട് പ്രഖ്യാപിക്കുന്ന സമയത്ത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ അവിടെ പാർട്ടി നേതൃത്വമായി കൂടിയാലോചിച്ചിട്ടാണ് ഞങ്ങൾ വീട് പ്രഖ്യാപിക്കുന്നത്. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ എടുത്തൊരു സമീപനം എന്ന് പറഞ്ഞു. ഞാനത് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പറഞ്ഞപ്പോൾ അത് വേറെ രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഞങ്ങൾ ആ ഘട്ടത്തിലെടുത്ത സമീപനം അവിടെ ഒരു സമാനതകളില്ലാത്തൊരു ദുരന്തത്തിന് ആ നാട്ടിലെ ജനങ്ങൾ സാക്ഷിയാകുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യം. ഞങ്ങൾ എല്ലാവരും ആ സ്ഥലത്ത് പോയ ആളുകളാണ്. മൃതദേഹങ്ങൾ ഏറ്റവും ആദ്യം ഏറ്റെടുത്ത പല ചെറുപ്പക്കാരുമായി സംസാരിച്ച ആളാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി രോഹിത് പോതിയാണ് വയനാട്ടിലെ ഏറ്റവും ആദ്യം ആ ദുരന്ത സ്ഥലത്തേക്ക് എത്തുന്നതും ആദ്യം മൃതദേഹം എടുക്കുക അടക്കം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തനം ഉണ്ടായിരുന്നു. വളരെ വളരെ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഘട്ടത്തിൽ ഞങ്ങളെടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് സർക്കാർ വീട് കൊടുക്കണം അല്ലെങ്കിൽ സർക്കാർ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തി നിൽക്കുക എന്നുള്ളതിനപ്പുറം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സഹായം സർക്കാരിന്റെ കൂടി ഭാഗമായി ചെയ്യാനാണ് ആ ഘട്ടത്തിൽ തീരുമാനിച്ചത്. അപ്പൊ ഭവനം കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന ആളുകൾ ആ ഘട്ടത്തിൽ സർക്കാർ സ്വാഗതം ചെയ്തു. അന്ന് പറഞ്ഞ് 8 ലക്ഷം രൂപ വില മതിക്കുന്ന വീടുകളാണ് വെക്കേണ്ടത് എന്നുള്ളതാണ് ഒരു ജനറലായ ഒരു ധാരണ അന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു. അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ആളുകളൊക്കെ സംസാരിക്കുകയുണ്ടായിരുന്നു. അപ്പൊ ആ ഘട്ടത്തിൽ 8 ലക്ഷം രൂപ വില മതിക്കാവുന്ന വീടുകൾ ഞങ്ങൾക്ക് എത്ര വീടുകൾ വെച്ച് നൽകാൻ പറ്റുമെന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ 30 വീടുകൾ അനൗൺസ് ചെയ്തത്. ആ 30 വീടുകൾ അനൗൺസ് ചെയ്യുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു ചെറിയ ഒരു ധനസമാഹരണം നടത്തിയത് പോലും ആളുകളിൽ നിന്ന് പണം പിരിച്ചിട്ടല്ല. ഞങ്ങൾ വിവിധ ചലഞ്ചുകൾ നടത്തി അതിന്റെ ലാഭവിഹിതമാണ് ഉപയോഗിച്ചത്. അപ്പൊ ഞങ്ങളുടെ ഒരു ടാർഗറ്റ് ഒരു 2.5 കോടി രൂപയെങ്കിലും ഈ തരത്തിൽ കണ്ടെത്തണമെന്നുള്ളതാണ്. പക്ഷെ അത്രത്തോളം ലാഭകരമായ രീതിയിലല്ല ആ കാര്യം നടന്നത്. ബിരിയാണി ചലഞ്ചമായും അല്ലെങ്കിൽ ചെറിയ ചെറിയ വ്യത്യസ്തമായ ചലഞ്ചാക്കിയിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റിയുടെ പണം കണ്ടെത്തിയത്. വേറൊരു കളക്ഷൻ അതിന്റെ ഭാഗമായിട്ടാരും നടത്തിയിട്ടില്ല. 1,05,00,000 രൂപ അന്ന് ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളിൽ വിവാദം വരുന്ന സമയത്ത് അന്നത് 88 ലക്ഷം രൂപയാണ്. അതിനുശേഷം ഞങ്ങൾ ജില്ലാ പര്യടനം ഒരു റൗണ്ട് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് 1,05,00,000 രൂപയായി മാറി. ഇപ്പോൾ 1,05,00,000 രൂപ ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഭവന നിർമ്മാണം തുടങ്ങുന്നതിൽ വന്ന കാലതാമസം എന്ന് പറയുന്നത് പ്രഖ്യാപിക്കുന്ന സമയത്ത് സർക്കാർ ഭൂമി അനുവദിക്കുമെന്നുള്ള ഒരു വാക്കാലുള്ള സംസാരങ്ങളും ധാരണകളൊക്കെ ഉണ്ടായി. പിന്നീട് അത് സർക്കാർ പിന്മാറി ഭൂമി അനുവദിക്കില്ല, പണം സർക്കാരിന് കൈമാറിയ സർക്കാർ ഏജൻസി കൊണ്ട് വീട് വെപ്പിക്കുമെന്നുള്ള തീരുമാനമുണ്ട്. സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ഒരു പൊതുവായ തീരുമാനം ഞങ്ങൾ പ്രഖ്യാപിച്ച വീട് ഞങ്ങൾ തന്നെ വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഭൂമി അനുവദിക്കാത്ത ഘട്ടത്തിൽ ഭൂമി സ്വന്തമായി ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യമാണ്. പാർട്ടി പ്രഖ്യാപിച്ച സ്ഥലത്ത് തന്നെ വീട് വെക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചു. രാഹുൽ ഗാന്ധിയുടെ 100 വീടുകളുടെ പദ്ധതിയുടെ ഭാഗമായി ഈ 30 വീടുകൾ ഉൾപ്പെടുത്തി പാർട്ടി ഏറ്റെടുക്കുന്ന സ്ഥലത്ത് ഈ വീട് വെക്കാനാണ് തീരുമാനിച്ചത്. ഇപ്പൊ പാർട്ടിയുടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി. അവിടുത്തെ ഒരു പ്രത്യേകത, എല്ലാ ഭൂമിയിലും വീട് വെക്കാൻ സാധിക്കില്ല. വിവിധ സോണുകളുള്ള സ്ഥലമാണ്. അപ്പൊ എല്ലാ ഭൂമിയിലും വീട് വെക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഭൂമി നൽകാൻ ഇപ്പോഴും തയ്യാറായ ഒട്ടനവധി ആളുകൾ. പക്ഷെ അതിന്റെ പേപ്പർ വർക്കുകളും മറ്റു കാര്യങ്ങളായിട്ട് പരിശോധിച്ച് വരുമ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ സാധിക്കില്ല, അനുവാദം കിട്ടാത്തൊരു സാഹചര്യം. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് തുടങ്ങാൻ മതി. ഇപ്പൊ പാർട്ടിയുടെ ഭൂമിക്കും
അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ കിട്ടിയ സ്ഥലത്തിനൊക്കെ ഈ പ്രയാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഭൂമിക്ക് 5 ഏക്കർ ഭൂമിക്ക് അഡ്വാൻസ് കൊടുത്തു, അതിന്റെ പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 5 ഏക്കർ വീതം 2 സെറ്റ് ഭൂമിയായിട്ട് പാർട്ടി ഏറ്റെടുക്കുന്നു. ആ ഭൂമിയിൽ യൂത്ത് കോൺഗ്രസിന്റെ വീട് വെക്കാനായിട്ട് സ്ഥലമുള്ളവർക്ക് ഞങ്ങൾ പണം കൈമാറി അവിടെ തന്നെ വീട് വെക്കാൻ ചെയ്യുന്നതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. വീട് നിർമ്മാണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. വീട് നിർമ്മാണം ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ഞങ്ങൾ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ഞങ്ങളാൽ കഴിയുന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാനെടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗം അത് ഞങ്ങൾ പൂർത്തീകരിക്കുന്ന പറഞ്ഞത് ഒരു തരത്തിലും യാതൊരുവിധ മറ്റ് ചിന്തകളുടെ ഭാഗമായിട്ടില്ല. അത് പൂർത്തീകരിക്കേണ്ട ഞങ്ങളുടെ എല്ലാവരും ഉത്തരവാദിത്തമാണ്, യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങൾക്ക് ഞങ്ങൾ നിശ്ചയിച്ച സമയത്തിന് അപ്പുറത്തേക്ക് കടന്നുപോയതിന്റെ കാരണം ഈ പറയുന്ന സാങ്കേതികമായ പ്രശ്നങ്ങളാണ്. ഇതിപ്പോ തൃശ്ശൂർ ജില്ലയിലെ പോലെ ഭൂമിക്ക് സൗകര്യങ്ങൾ കിട്ടുന്ന സ്ഥലമല്ല വയനാട് എന്നുള്ളതുകൊണ്ടാണ് ഈ സാങ്കേതിക പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാങ്കേതിക തടസ്സങ്ങൾ മാറിയാൽ ഏറ്റവും അടുത്ത ദിവസങ്ങൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭവന നിർമ്മാണം ആരംഭിക്കും എന്ന് പറഞ്ഞു. അന്നത്തെ ആക്ഷേപങ്ങളൊന്നും സത്യത്തിൽ യാതൊരു വസ്തുതകളും ഇല്ലാത്ത ആക്ഷേപമാണ്. കാരണം ഈ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ നിന്ന് ഈ വയനാട് കളക്ഷൻ ആരംഭിച്ചതിന് ശേഷം ഒരു സിംഗിൾ രൂപ പോലും പിൻവലിച്ചിട്ടില്ല, ഒരു രൂപ പോലും വിട്ടുപോയിട്ടില്ല. ആ അക്കൗണ്ടിലേക്കാണ് ഞങ്ങളുടെ കമ്മിറ്റിയിൽ പണം നൽകുന്നത്. ആ നൽകിയ പണം മുഴുവൻ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ ആ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതും ആ അക്കൗണ്ടിലേക്ക് ഇടയ്ക്ക് സംഘടനാപരമായിട്ട് വന്ന 5 ലക്ഷം പോലും ആ അക്കൗണ്ടിലാണ്. പക്ഷെ അതുപോലെ ഞങ്ങൾ വയനാട് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുള്ളത്. 1 രൂപ പോലും അതിൽ മിസ്മാനേജ് ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് സംഭവിച്ച ആകെ ഒരു കാര്യം വേണമെങ്കിൽ പറയാവുന്നത്, ഞങ്ങളുടെ ചില കീഴ്ഘടകങ്ങൾക്ക് വേണ്ട രീതിയിൽ അതിന് മുന്നോട്ട് വരാൻ സാധിച്ചില്ല. അപ്പൊ ആ മുന്നോട്ട് വരാൻ സാധിക്കാത്ത പോയ ചില ഘടകങ്ങളിൽ നടപടി എടുക്കേണ്ടതായിരുന്നു. അത് എല്ലാ കാലത്തേക്കുള്ള നടപടിയല്ല. അവരുടെ പോരായ്മ അവർ തിരുത്തിയാൽ ആ നടപടി പിൻവലിക്കുന്നുള്ള ഘട്ടമാണ്. അങ്ങനെ വന്നപ്പോഴാണ് വീണ്ടും ജില്ലാ പര്യടനം പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ പണം കുറച്ചുകൂടി വന്നത്. അപ്പൊ ആദ്യഘട്ടത്തിലെ പണമായി ഞങ്ങൾ 1,05,00,000 രൂപ കളക്ട് ചെയ്തു. 2ാം ഘട്ടത്തിൽ ഞങ്ങൾ ബാക്കി പണം കൂടി കളക്ട് ചെയ്ത് ഈ പദ്ധതി പൂർത്തീകരിക്കും. അത് പാർട്ടി കൂടി കൈമാറി അത് പാർട്ടിയുടെ സ്ഥലത്ത് തന്നെ അത് പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചത്. അല്ല, സമയത്തിന്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഇപ്പോ ഭൂമി ഏറെക്കുറെ ആയി. ഇനി അവിടെ നിർമ്മാണത്തിന് അനുവാദം കിട്ടേണ്ട സാവകാശമേ ഉള്ളൂ. അത് ഞാൻ ആദ്യമേ പ്രഖ്യാപിക്കാത്തപ്പോ നേരത്തെ ആരംഭിച്ച പല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ സാങ്കേതിക തടസ്സങ്ങളിൽ പെട്ടുകിടക്കുന്ന കാര്യം നിങ്ങൾക്കറിയാം. ഇപ്പൊ സമയം ഞാൻ ഇന്ന ഡേറ്റിൽ ആരംഭിക്കുന്നു ഇന്ന ഡേറ്റിൽ അവസാനിക്കുന്നു പറഞ്ഞില്ല എന്ന് മാത്രമല്ല, പക്ഷെ തീർക്കേണ്ടത് ഞങ്ങൾ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ഈ നാട്ടിൽ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കേണ്ട ആളുകളല്ലേ. ഇത് ഞങ്ങളെ സീരിയസ് ആയിട്ട് ഞങ്ങളെ ബാധിക്കുന്ന രീതിയിലാണല്ലോ അതിന്റെ ഒരു ക്യാമ്പയിൻ മുഴുവനായിട്ട് പോയതെല്ലാം തന്നെ. സ്വാഭാവികമായിട്ട് ഞങ്ങൾ തീർക്കേണ്ടതായിരുന്നു. അത് ഞങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഞങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും. ഞങ്ങളുടെ കമ്മിറ്റികളുടെ സ്ട്രെങ്ത് മുഴുവൻ ഉപയോഗിച്ച് അത് ഞങ്ങൾ പൂർത്തീകരിക്കും.